നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഞങ്ങൾ വർഷങ്ങളായി പറയുന്നൊരു കാര്യമുണ്ട്. ഈ വേമ്പനാട്ട് കായൽ, കൊച്ചി കായൽ അല്ലെങ്കിൽ എറണാകുളം കായലിലൊക്കെ ആഴം കൂട്ടിയാൽ അത് സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും ശാസ്ത്രീയമായിട്ടും ഒരുപാട് നേട്ടം ഉണ്ടാവും, കോടിക്കണക്കിന് വീട് വരുമാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വലിയ തിസീസ് അല്ലെങ്കിൽ വലിയ ചർച്ച നടത്തിയിട്ടൊക്കെയാണ്. ഏതായാലും അതുകൊണ്ടാണെന്ന് പറയുന്നില്ലെങ്കിലും അതിനോട് ഓർമ്മിക്കാവുന്ന കാര്യമാണ് അഷ്ടമുടി കായലിൽ നിന്ന് മണ്ണ് മാറ്റി കൊല്ലം നാഷണൽ ഹൈവേയുടെ പണിക്ക് മണ്ണ് കിട്ടാതെ പണി മുടങ്ങിയപ്പോൾ അവിടെ നിന്ന് എടുക്കാമൊരു തീരുമാനം കേരള ഗവൺമെൻറ്റിന് അതിന് അനുവാദം കൊടുത്തു. അത് ഏതാണ്ട് 40 അടി വരെ താഴത്തിൽ നിന്ന് മണ്ണെടുക്കാനുള്ള യന്ത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഏജൻസി കൊടുത്തിരിക്കുകയാണ്. ഇത് നല്ല കാര്യം. അങ്ങനെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. അപ്പോൾ നമുക്ക് അഷ്ടമുടി കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. അത് മണ്ണെടുക്കുമ്പോൾ വെള്ളത്തെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കണം. അതിന് പാർഷായിട്ടൊക്കെ ബ്ലോക്ക് ചെയ്തൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതൊക്കെ ശാസ്ത്രീയമായി ചെയ്യട്ടെ, നല്ല കാര്യം. ചുരുക്കി പറയാം, ആമുഖമായിട്ട് ഒറ്റ പോരാണ്. മറ്റൊന്ന്, വെറും 9% മാത്രമുള്ള മുസ്ലിമുള്ള മിസോറാമിൽ, മണിപ്പൂരിൽ 46% ക്രിസ്ത്യൻസുള്ള ആ സ്ഥലത്ത് ക്രിസ്ത്യൻ സഭയോട്, ക്രിസ്ത്യാനികളോടോ ക്രിസ്ത്യൻ സഭയോടൊന്നും എനിക്കോ എൻ്റെ പാർട്ടിയോ യാതൊരു ഇഷ്ടക്കുറവില്ല. മാത്രമല്ല വളരെയധികം ബന്ധം കൂടി ഉള്ളതാണ്. ഇനി ചില കാര്യങ്ങൾ അവർ കാണിക്കുന്നത് മണ്ടത്ത് കാണിക്കുന്നത് കാണുമ്പോൾ ബുദ്ധിമാന്മാരായ അവർക്ക് മണ്ടത്ത് കാണിക്കുമ്പോൾ മണ്ടന്മാരെ ഞങ്ങളത് സൂചിപ്പിക്കേണ്ട ബാധ്യതയില്ലേ? കേവലം 9% മുസ്ലിങ്ങളെ ഭയന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു BJP, സംഘപരിവാർ, RSS ഉപദേശിച്ചപ്പോൾ ആ ഉപദേശം കേട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടുത്തെ ക്രിസ്ത്യാനികൾ BJPയുടെ കൂടെയായിരുന്നു. അങ്ങനെ BJPയുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് BJP ഭരിച്ചു. 46% ഇവിടെ കിടക്കുന്നു, 9% ഇവിടെ കിടക്കുന്നു. 9% കുറിച്ച് പറഞ്ഞാൽ ഒരു റോഹിംഗ്യൻ അഭയാർത്ഥികൾ, റോഹിംഗ്യൻ മുസ്ലിങ്ങളുണ്ട്, ലവ് ജിഹാദ്, നാർക്കോട്ട് ജിഹാദുണ്ട്, മറ്റേ ജിഹാദുണ്ട്, കോപ്പിൽ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് സംഘപരിവാർ പറഞ്ഞപ്പോൾ അത് കേട്ട് ഈ മണ്ടന്മാർ അവർക്ക് സപ്പോർട്ട്. ഇപ്പം ഇത് കിടക്കപ്പുറത്തിയില്ല, കൊന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP, ആ സംസ്ഥാനം ഭരിക്കുന്ന BJP എന്നൊന്നൊരു വർഷമായി അവിടെ അരാജകത്വം നിലനിൽക്കുന്നത്. എൻ്റെ പൊന്ന് സഭാ നേതൃത്വമേ, പാവം ക്രിസ്ത്യാനികളോടല്ലേ പറഞ്ഞത്, സഭാ നേതൃത്വമേ, നിങ്ങളുടെ വ്യക്തി താല്പര്യമുണ്ട്. അതായത് ഇവിടെ പിണറായി സഖാവിൻ്റെ കുടുംബം രക്ഷിക്കാൻ വേണ്ടി BJP സപ്പോർട്ട് ചെയ്ത് സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്ത് ആ പാർട്ടി ഇല്ലാതാക്കുന്ന പോലെ സഭയെ നിങ്ങളുടെ ആ സുഖലോലതയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ കുഞ്ഞാടുകളെ പണയപ്പെടുത്തി നിങ്ങൾ നന്നായാൽ ഈ സമൂഹമല്ല സമുദായമില്ലാതെ വരും. അത് മണിപ്പൂരിൻ്റെ ഉദാഹരണമാണ്. കേരളത്തിലെ കാര്യം, ചില സഭാ നേതാക്കൾ ചെന്ന് പ്രസംഗിക്കുന്നത് കേട്ടിട്ടാണല്ലോ എത്ര ശുദ്ധനാണെങ്കിൽ 2 കൊടുക്കാൻ തോന്നും. കാരണം അറിയോ, എത്ര അനാചാരം അസത്യമാണ് പറയുന്നത്. ഇന്നൊരു സഭാ നേതാവ് പ്രസംഗിക്കുകയാണ്, നിങ്ങളുടെ ഭൂമി നോക്കി കണ്ടാൽ അത് വഖഫാണ് തോന്നിയാൽ അത് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നു. എന്തൊരു അടിസ്ഥാനരഹിതമായ വാർത്തയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ സമുദായത്തോട് ഇത്ര ഒരു വൈരാഗ്യം വരാൻ കാരണം? ഈ സമുദായമാണോ നിങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ ശത്രു? ഈ സഭയ്ക്ക് ആരാണ് സഭയെ നിയന്ത്രിക്കുന്നത്? ഇസ്രായേൽ നിയന്ത്രിക്കുന്നത്, അമേരിക്ക നിയന്ത്രിക്കുന്നത്, വിദേശ പാശ്ചാത്യ ശക്തി നിയന്ത്രിക്കുന്നത്. ഇപ്പം സഭയെ നിയന്ത്രിക്കുന്നത് സംഘപരിവാരം കൂടിയാണ്. നിങ്ങളുടെ നാശത്തിൻ്റെ അവസാനമാണത്. കാരണം വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാണുന്നത്, നമ്മൾ സ്ത്രീയെ കിട്ടാൻ സ്ത്രീയെ ഭോഗിക്കാൻ തോന്നുന്ന പോലെ ആ കാണുന്നത് വഖഫാണെന്ന് പറഞ്ഞാൽ പേസ് കൊടുക്കാൻ പറ്റില്ല. അതിന് അടിസ്ഥാനപരമായ രീതിയിൽ രേഖാമൂലം ഇന്ത്യയുടെ എഴുതപ്പെട്ട നിയമമനുസരിച്ച് രേഖ ഉണ്ടായിരിക്കണം. ആ രേഖ ക്ലിയർ ആയിരിക്കണം. അങ്ങനെ രേഖയില്ലാതെ അത് എൻ്റെയാണ് ഇത് എൻ്റെയാണ് എന്ന് പറഞ്ഞാൽ ഇത് വഖഫാകില്ല. വഖഫായി കേസ് കൊടുത്താൽ ഇത് നടക്കുകയില്ല. വഖഫ് ചെയ്ത വസ്തുവിന് വ്യക്തമായ രേഖ ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, വേറൊരു അനീതി എന്നറിയോ, ഈ മൊല്ലന്മാരാണ് ഇത് നടത്തുന്നത്.
അത് ട്രൈബ്യൂണലിലുണ്ട്, കോടതി, അത് മുല്ലമാർ തന്നെയാണ്. അപ്പോൾ പരാതി ചെല്ലുന്ന കുറ്റം ചെയ്യുന്ന മുല്ലമാർ, പരാതി പരിഹരിക്കുന്ന മുല്ലമാർ തന്നെ. അങ്ങനെ അല്ല എൻ്റെ സഭാ നേതൃത്വമേ. അറിവില്ലായ്മ ഒരു കുറ്റമല്ല, പക്ഷേ അറിവില്ലായ്മ ഭൂഷണമാക്കല്ലേ സഭയോട് പറഞ്ഞത്. മറ്റ് കണ്ടനും അടവുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ശക്തരാണ്, നിങ്ങൾ ബുദ്ധിയുള്ളവരും അറിവുള്ളവരുമാണ്. അത് നിങ്ങളോട് പറഞ്ഞത്. ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ അതൊരു കോടതിയാണ്. ജില്ലാ ജഡ്ജി ആയിരിക്കണം ആ ജില്ലയുടെ, ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജിയിലായിരിക്കണം അതിൻ്റെ ചെയർമാൻ, അല്ലെങ്കിൽ ട്രിബ്യൂണലിൻ്റെ മേലധികാരി. അല്ല അവിടെ ആർക്കും ആകാൻ പറ്റില്ല. അത് മുസ്ലിമാർ നിർബന്ധമില്ല. അങ്ങനെ നിയമമുള്ളപ്പോൾ ഇത് മുല്ലാക്കന്മാരുടെ കയ്യിലാണ് പോകുന്നത്. അവരാണ് തീരുമാനിക്കേണ്ടത്, പറഞ്ഞു വരുന്നത്. ആർക്ക് എന്ത് ലാഭിക്കാൻ വേണ്ടി? മണിപ്പൂർ ആലോചിക്കുക, ആഘോഷിക്കുക. മണിപ്പൂർ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പാഠമാണ്, ഗുണപാഠമാണ് മണിപ്പൂർ. അങ്ങനെ കേരളത്തെ ആക്കല്ലേ. തന്നെയുമല്ല, എന്തൊരു വിരോധം ഇപ്പം SNDP എന്ന് ചിന്തിക്കുന്നു. അതായത് ഇതിൻ്റെ പുറകിലുള്ള സത്യവും വഞ്ചനയും തട്ടിപ്പും ചതിയും ഗൂഢാലോചനയും എന്ന് പറയുന്നത് ഇനി ഇത് പറയാതിരിക്കാൻ പറ്റില്ല. പറയാതിരുന്ന നിങ്ങൾ മണ്ടന്മാരെ പോകും. അത് തന്നെയല്ല, വലിയ സംഘർഷമാവും. ഇതിൻ്റെ പുറകിലുള്ളത് ഹിന്ദു ക്രിസ്ത്യൻ സഹകരണവും മുസ്ലിം വിരോധമാണ്. പണ്ട് ഞാൻ പറഞ്ഞു, പാവപ്പെട്ടാണ് ഞങ്ങൾ പറഞ്ഞു, പണ്ട് ഇവിടെ ഹിന്ദുവൽക്കരണമായിരുന്നു. ഇന്നിപ്പോൾ അതല്ല, നോൺ മുസ്ലിം എന്ന സംഘടനയാണ്. മുസ്ലിങ്ങളത്തെ എല്ലാവരും ഒന്നുണ്ടാക്കുക. അവിടെ എത്തി. അതിൻ്റെ പുറകെ ആരാണ്? ഇനി മുനമ്പ് സംഭവം ഒന്ന് നമ്മൾ വിശകലനം ചെയ്താൽ, എല്ലാ സമ്പത്തിന് വേണ്ടിയാണല്ലോ. ഇപ്പോൾ ബാബരി മസ്ജിദ് എന്തായാലും സമ്പത്താണ് ഇവിടെ, അല്ല ദൈവമൊന്നുമല്ല. അതായത് അർഹരിൽ നിന്ന് അനർഹർ അധികാരം കൈപ്പറ്റുകയും ആ കൈപ്പറ്റിയ അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് വർഗീയത ഉണ്ടാക്കുന്നത്. അല്ല ഭഗവാൻ കൃഷ്ണനോ അല്ലെങ്കിൽ ക്രിസ്തു ദേവനോ മുഹമ്മദ് നബിക്കോ അല്ല ഉണ്ടാക്കുന്നത്. അവർക്ക് നന്മയ്ക്കുമല്ല. അത് വെറും ഭൗതികമാണ് ഈ വർഗീയത. അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഞാൻ മൊയ്തീൻ ഷാ പറഞ്ഞല്ലോ, കേരളത്തിലെ 20 ലക്ഷത്തോളം പേര് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരാണ്. ഏത് ജംഗ്ഷനിൽ തന്നെ നിങ്ങൾ 2, 3, 4 ബ്രോക്കർമാർ കാണാം. അത് കഴിഞ്ഞ് അടുത്താണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ, പിന്നെയാണ് പോലീസും മറ്റൊക്കെ വരുന്നത്, പോലീസും CIT തൊഴിലാളികൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ 95% പേരും വസ്തു കച്ചവടക്കാരുടെ അർത്ഥപാട്ടിയിലോ അത് ദാരിദ്ര്യമാണ്. എങ്കിൽ അറിയാം നമ്മൾ ആദായത്തിൻ്റെ രീതികളൊക്കെ. ഈ ആദായത്തിലൊരു ക്ലോസ് ഉണ്ടല്ലോ. എന്താണ് ക്ലോസ് പറയുന്നത്? അതായത് നിങ്ങൾക്ക് ഞാൻ ഭൂമി തന്നിരിക്കുന്നു, ഇതിന് യാതൊരു ബാധ്യതയും ഇല്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. മാത്രമല്ല, ഇനി എന്തെങ്കിലും ബാധ്യത ഭാവിയിൽ ഉണ്ടായാൽ അതിന് ഭാവിയിൽ വേണ്ടി നിങ്ങൾ തരുന്നതിന് മുമ്പ് ഉള്ള ഇത് കണ്ടുപിടിച്ചാൽ അതിന് ഞാനും എൻ്റെ സ്വത്തും ഉത്തരവാദിയാകണം എന്ന് കൂടി പറഞ്ഞ് ഒപ്പിട്ടാണ് ആധാരം ചെയ്ത് വാങ്ങിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ആധാരം കറക്റ്റ് അല്ലെങ്കിൽ ആധാരം തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധാരം ചെയ്തു എന്ന ആൾക്കാരോട് ചോദിക്കുകയോ അല്ലെങ്കിൽ കോടതി മുഖേനോ പോലീസ് മുഖേനോ സർക്കാർ മുഖേനോ ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം വാങ്ങിക്കാം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം ഈ മുസ്ലിം ലീഗ് ഇന്നൊരു ചർച്ച മതി. മുസ്ലിം ലീഗ് സഭയായിട്ട് ഇന്നാൾ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം നടത്തുമ്പോൾ സഭയായിട്ട് ഗവൺമെൻറ് മുഖ്യമന്ത്രി പിണറായി നടത്തി. ഈ 22 നടത്താൻ പോകുന്നു. അതിനിടയ്ക്ക് 15-ാം തീയതി കഴിഞ്ഞില്ലോ, മുഖ്യമന്ത്രി പോയില്ലേ? ഇപ്പോൾ ഇന്ന് 18 അപ്പോൾ എന്തെങ്കിലും പോയ ലക്ഷ്യം കാണുന്നില്ല. അപ്പോൾ ഏതായാലും അങ്ങനെ ഉറപ്പ് കൊടുത്ത് ഈ ഉറപ്പ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇത് ഹൈക്കോടതി ജഡ്ജി, റിട്ടയർഡ് ജഡ്ജി നമ്മുടെ കമാൽ പാഷ തൊട്ടരും പിടിച്ചതിനൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാധാരണ ഒരു മുറുക്കാൻ കിടക്കാരൻ്റെ കച്ചവടം പോലെ എല്ലാ കാര്യത്തിലും അദ്ദേഹം മിനിറ്റ് വെച്ച് പ്രതികരിക്കുന്നുണ്ട്. ഒരു റിട്ടയർഡ് ജഡ്ജൊന്നും അങ്ങനെ തൊട്ടേനും പിടിച്ചും പ്രതികരിക്കാൻ പാടില്ല. അദ്ദേഹം ഒരു എക്സ്ട്രാ ഓർഡിനറിയാണ്. അത് അദ്ദേഹത്തിൻ്റെ മൗലിക അവകാശം കുറ്റപ്പെടുന്നില്ല. അദ്ദേഹം പോലും കാര്യം പറഞ്ഞു, ഞങ്ങൾ വക്കീലല്ല, പക്ഷെ ഞങ്ങൾ നിയമവും മനഃശാസ്ത്രവും കൈയ്യിൽ പന്താടുന്നവരാ. ഞങ്ങളുടെ ഗ്രൂപ്പ്, ഞാനല്ല പറഞ്ഞു, എൻ്റെ ഗ്രൂപ്പ്. അതെന്താണ് പറയുന്നത്? അങ്ങനെ വഖഫ് ചെയ്ത ഭൂമി തിരിച്ചെടുക്കാനുള്ളൊരു ക്ലോസിൽ കാണിച്ചെങ്കിൽ ആ കാരണം കൊണ്ട് തന്നെ ആ ആധാരം അസാധുവാണ് എന്ന് ബഹുമാന്യനായ കമാൽ പാഷ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റ് പലരും അത് പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം ഓതാത്തും ചിന്തിക്കാത്തും പഠിക്കാത്തും ചില നിയമ ക്ലോസ് ഉണ്ട് സാർ. എന്താണത്?
നമ്മൾ ആദാനം ചെയ്തതിൽ ഗ്രമറ്റിക്കൽ മിസ്റ്റേക്ക് എന്ന് പറയും. ഗ്രമറ്റിക്കൽ മിസ്റ്റേക്ക് എന്ന് മലയാളം എന്താണ്? വ്യാകരണത്തെറ്റ്. വ്യാകരണത്തെറ്റ് ഒരു ശിക്ഷിക്കാനുള്ള കാര്യമല്ല, കുറ്റത്തിന് ഉത്തരവാദിയല്ല വ്യാകരണത്തെറ്റ്. അതിൻ്റെ അക്ഷരത്തെറ്റോ അല്ലെങ്കിൽ ഗ്രമറ്റിക്കൽ മിസ്റ്റേക്ക് വ്യാകരണ തെറ്റുകൾ, ഈ ഭാഷാ ശൈലി പ്രയോഗം അല്ലെങ്കിൽ അക്ഷരത്തെറ്റ്, അതൊന്നും തെറ്റല്ല. ഇവിടെ എന്താണ്, ഒക്കെ ചെയ്തതായിട്ട് രേഖയുണ്ട്, അതിൽ അദ്ദേഹം തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? അതെന്താ നിങ്ങളാരും പഠിക്കാതെ പോയത്? ഈ മാന്യ മഹാജനങ്ങളും ഈ ശിഹാബദങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുസ്ലിം ലീഗ് ആൾക്കാരും മുഖ്യമന്ത്രി എല്ലാവരും എന്ത് ചെയ്ത് മനസ്സിലാക്കാതെ പോയത്? അതിനർത്ഥം ഞാൻ കൊടുക്കുന്ന വസ്തു നല്ലൊരു ഉദ്ദേശത്തിനാണ്. എന്താണ് ഉദ്ദേശം? 500 ഏക്കർ ഭൂമി, 400 സംതിങ്ങാണ്, 500 ഏക്കർ കണക്കുകൾ. ഇപ്പോൾ 500 ഏക്കർ ഭൂമിക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് 50,000 കോടി രൂപയാണ്. ഒരു ഏക്കറിന് 100 സെൻറ്റ് ആണെങ്കിൽ 500 ഏക്കറിന് 5,000 50,000 ആയി. ഒരു സെൻറ്റിന് അവിടെയൊക്കെ 1 കോടി കൊടുത്താൽ പോലും കിട്ടില്ല. കാരണം കായൽ തീരം ഇങ്ങനെ സ്ഥലം അപൂർവമാണ് ലോകത്ത്. നോട്ട് ഇൻ ഇന്ത്യ, നോട്ട് ഇൻ കേരള, നോട്ട് ഇൻ എറണാകുളം. അപൂർവമാണ് എങ്കിൽ ഏതാണ്ട് 1 കോടി കണക്കാക്കി തന്നെ 50,000 കോടി രൂപ മൂല്യമുള്ള ഒരു വസ്തുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 1-2 ലക്ഷം രൂപയുടെ എല്ലാ കാര്യം. കേരള ഗവൺമെൻറ് ഒരു വർഷത്തെ ബഡ്ജറ്റ് എത്ര ചിന്തിക്കുമാണ് ഈ 50,000 കോടി വില അറിയുന്നത്. അപ്പോൾ 50,000 കോടി രൂപ അന്ന് വിലയില്ലായിരിക്കും, ഇന്ന് വിലയുണ്ടെങ്കിൽ അത്രയ്ക്ക് വിലയുള്ള വസ്തു ഈ മനുഷ്യൻ സമുദായത്തിന് വേണ്ടി, പാവപ്പെട്ട മുസ്ലിങ്ങൾ വളർച്ചയ്ക്ക് വേണ്ടി വഖഫിന് ഇഷ്ടദാനം അല്ലെങ്കിൽ കൊടുത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കൊടുത്തെങ്കിൽ അത് അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല. അങ്ങനെ അന്യാധീനപ്പെട്ടു പോയാൽ അത് അവർ വേണ്ടത് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ അത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അത് തിരിച്ചെടുക്കും എന്നൊരു ക്ലോസ് ചേർത്തിനുണ്ടാകാം. ഞാൻ കണ്ടിട്ടില്ല, ഇല്ലെന്നാണ് പറയുന്നത്. ഉണ്ടെങ്കിൽ അപ്പോൾ എന്താണ്? സോളമൻ ചക്രവർത്തി, സുലൈമാൻ നബി കുഞ്ഞിനെ പങ്കിട്ടത് നിങ്ങൾക്കറിയാലോ. എന്താണ്? ഒരു കുഞ്ഞ് തർക്കം വന്നപ്പോൾ എന്നാൽ നമുക്ക് പകുതിയാക്കാന്ന് പറഞ്ഞു. അപ്പോൾ തള്ള എന്താ പറയുക? പകുതിക്ക് പകുതി മതി എന്ന് പറഞ്ഞു. യഥാർത്ഥ തള്ള എന്താ പറഞ്ഞേ? നോ എനിക്ക് പകുതി വേണ്ട, എൻ്റെ കുഞ്ഞെ ജീവനോട് കാണാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതാണ് യഥാർത്ഥ അവകാശം എന്ന് മനസ്സിലാക്കിയ ബുദ്ധിരാക്ഷസനായ സുലൈമാൻ നബി അലൈഹി സോളൻ ചക്രവർത്തി ആ കുഞ്ഞിനെ ആ തള്ളു കൊടുത്ത്. അതുപോലെ ഇങ്ങനെ വഖഫ് ചെയ്ത് കൊടുക്കുന്ന വസ്തു അത് അനാചാരങ്ങൾക്കോ അനീതിക്കോ അന്യായത്തിനോ പോകാതെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാൻ വേണ്ടി കൂടിയാണ്. അങ്ങനെ സംഭവിച്ചാൽ അത് തിരിച്ചെടുക്കുന്നു. അങ്ങനെ ക്ലോസ് ഉണ്ടെങ്കിൽ അത് വഖഫല്ലാതെ വ്യാഖ്യാനം കൊടുത്ത ജഡ്ജിമാരും മൂല്യമാരും ഉലമാക്കളും ഉമറാക്കളൊക്കെ നിങ്ങൾക്ക് എവിടുത്തെ നിയമം, എവിടുത്തെ സത്യം നിങ്ങൾ പറയുന്നത്? ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്കാണത്. ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്ക് ഒന്നും ആധാരം ശരിയാതിരിക്കില്ല. അപ്പോഴും അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ട്. അദ്ദേഹത്തിന് ലക്ഷ്യം എന്താണ്? പക്കയാണ്, കറതുന്ന ലക്ഷ്യമാണ്. ആ ലക്ഷ്യം അള്ളാഹുവിൻ്റെ വജീഹ് എന്ന് പറഞ്ഞ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ സ്വത്ത് കൊടുക്കുന്നു. ആർക്ക് കൊടുക്കുന്നു? അതിൻ്റെ അവകാശികൾ, അതിന് ആവശ്യപ്പെട്ട അർഹതപ്പെട്ടവർ, നീഡി പീപ്പിൾ, ഗുണഭോക്താക്കൾ. അതാണ് ഇവിടുത്തെ സമ്പത്തില്ലാത്ത പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന് പഠിക്കാൻ വേണ്ടിയാണ്. എന്തൊക്കെ പഠിക്കണം? KG മുതൽ PG വരെ. KG മീനെ കിൻഡർ ഗാർട്ടൻ, LKG എന്നല്ലേ, ലോ കിൻഡർ ഗാർട്ടൻ. അതുപോലെ പിന്നെ PG പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് ഏറ്റവും തറയിൽക്കുന്ന കിൻഡർ ഗാർട്ടൻ മുതൽ നഴ്സറി മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ. മാത്രമല്ല ടെക്നിക്കൽ കോളേജുകൾ, അതിനെല്ലാം കൂടി പണിയാനാണ് ഈ 500 ഏക്കർ സ്ഥലം കൊടുത്തത്. 500 ഞാൻ റൗണ്ട് പോയിട്ട് പറയാണ്, 400 സംതിങ്ങാണ് കൊടുത്തത്. അത്ര ലക്ഷം കൊടുത്തത് അത് ഫറൂഖ് കോളേജിൻ്റെ അശ്രദ്ധ കൊണ്ടും കഴിവേട് കൊണ്ടും, അന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെ കഴിവേട് കൊണ്ടും അശ്രദ്ധ കൊണ്ടും, പിന്നെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസമുള്ളവരെ സമ്പന്നന്മാരുടെയും കഴിവേട് കൊണ്ടും അശ്രദ്ധ കൊണ്ടും നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതിന് ഉത്തരവാദി വഖഫ് കൊടുത്ത് ചെയ്ത സിദ്ദീഖ് സേട്ടും അതിൻ്റെ അവകാശികളല്ല. മനസ്സിലാക്കണം. അപ്പം അത് തിരിച്ച് കൊടുക്കേണ്ട ബാധ്യത ഉന്നത കുലജാതരായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും സർക്കാരിനും കോടതിക്കുണ്ട്. മറിച്ച് അങ്ങനെ ഒരു വസ്തു വാങ്ങിയ പാർട്ടി ഉണ്ടെങ്കിൽ, യഥാർത്ഥ അവകാശികൾ ഉണ്ടെങ്കിൽ, ഈ പറയുന്നത് 1950 പറഞ്ഞത് 1950 വഖഫ് ചെയ്തെന്നാണ് എൻ്റെ അറിവ്. ഞാൻ കേട്ട് ശരി. 50 മുൻപ് ഈ ഭൂമിയിൽ ആരെങ്കിലും കൈവശവും താമസിക്കുകയും ഉണ്ടായിരുന്നെങ്കിൽ
ബിഫോർ 1950 മുൻപ് ആരെങ്കിലും ഇതിൽ താമസിക്കുന്നെങ്കിൽ അവരെക്കുറിച്ച് മനസ്സിലാക്കി അവർക്ക് നഷ്ടപരിഹാരം സ്ഥലം കൊടുക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്, കോടതിക്കുണ്ട്, പിന്നെ ഇത് എഴുതി കൊടുത്ത ആൾക്കുണ്ട്. എഴുതി കൊടുത്തവർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അത് ചെയ്യിക്കേണ്ട ബാധ്യതയാണ് സർക്കാരിനും കോടതിക്കും. അതിനുശേഷം കയ്യേറിയിട്ടെങ്കിൽ അതിങ്ങനെ വരുന്നില്ലേ? 50 ശേഷമാണ് കയ്യേറിയെങ്കിൽ അത് കയ്യേറ്റമാണ്. ആധാരമുള്ളവർക്ക് കൂടില്ല. ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് വെച്ച് ബിനിയാന്നുള്ള പത്രം പറയുകയാണെങ്കിൽ 121 പേർക്കാണ് അവിടെ മീൻപിടുത്തക്കാരുള്ളൂ. ബാക്കിയെല്ലാം റിസോർട്ടുകളും പള്ളികളും പിന്നെ സമ്പന്നന്മാർ കയ്യേറിയിരിക്കുകയാണ്. അപ്പോൾ 50,000 കോടി രൂപയാണ് പറയുന്നത്. 50,000 കോടി രൂപ, 1 കോടി പെർ സെന്റ് കണക്കാക്കിയാൽ അപ്പോൾ ചോദിക്കും അവിടെ 1 കോടി കിട്ടുന്നത്. 1 കോടിയല്ല, 10 കോടി കൊടുത്താൽ പോലും കേരളത്തിൽ സമുദ്ര തീരത്തിൽ കടൽ തീരത്ത് ഈ 500 ഏക്കർ ഒരുമിച്ച് ഇനി നിങ്ങൾ 10,000 കോടി വില കൊടുത്താലും കിട്ടാനില്ല. നെവർ കിട്ടാനില്ല. കേരളത്തിൽ തീരത്ത് ഒരു ചൂണ്ടിക്കാണിക്ക് ഒരു 100 ഏക്കറുകൾ കിട്ടാനില്ല. എല്ലാം കൈവശപ്പെട്ടൊക്കെ പോയി. അപ്പോൾ അതിന് വില നിശ്ചയിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലമാണ് കയ്യേറി ഈ സമ്പന്നന്മാരും സഭയുടെ ആൾക്കാരും ഈ റിസോർട്ട്, കള്ള് ഷാപ്പ്, ബ്രാൻഡ് ഷാപ്പ് എല്ലാം നടത്തൽ 90% സഭകളും സഭയുടെ ആൾക്കാരുമാണ്. അപ്പോൾ അവർക്കറിയാം 50,000 കോടി രൂപ നഷ്ടപ്പെടുമെന്ന് കണ്ടാക്കുമ്പോഴേ അവർ മുടക്കുള്ള റിസോർട്ടുകൾ കോടികൾ മുടിക്കാണ് സംഘപരിവാറിനെ സപ്പോർട്ട് പിടിച്ച് സംഘപരിവാറിനെ സംബന്ധിച്ച് അവർക്കൊരു അവസരം കാത്തിരിക്കുകയാണ്. ഞാൻ അപ്പോഴും അവിടെയാണ് ഒരിക്കലും കുറ്റം പറയല. അവർക്ക് അവരുടെ പ്രസ്ഥാനം വളർത്താൻ വേണ്ടി ഏതറ്റം വരെ പോകും. ഇപ്പോൾ മണിപ്പൂറൊക്കെ അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ അവർ രംഗത്ത് വന്ന് അത് SNDP വന്ന് ഇതിൽ മുസ്ലിം സംഘടനകൾ, ലീഗ് ഉൾപ്പെടെ മുസ്ലിം സംഘടനകൾ, കോൺഗ്രസ് നേതാക്കൾ നിങ്ങളെല്ലാം അത് വഖഫ് ഭൂമിയല്ല എന്ന് പറയാനൊരു അധികാര അവകാശം നിങ്ങൾക്കാരെന്ന് അത് കോടതിയിൽ തീരുമാനിക്കേണ്ടത്. കോടതിയിലല്ലേ കേസ്. കോടതി പറയുന്ന വഖഫ് സ്വത്താണ്. പിന്നെ പ്രതിപക്ഷ നേതാവിന് അല്ലെങ്കിൽ കുഞ്ഞാക്കൊക്കെ പറയുന്ന അവകാശം. അവിടെയാണ് സുന്നി വിഭാഗത്തിൽപ്പെട്ട AP ഗ്രൂപ്പും സമസ്ത ഗ്രൂപ്പും അതിൻ്റെ നേതാക്കൾ ഒരു തീരുമാനമെടുത്ത് വഖഫ് ഭൂമിയാണത്, അത് കിട്ടിയേ തീരും. അതിന് ആരെങ്കിലും തടസ്സം നിന്നാൽ അതിന് സമുദായം ഇടപെടണം. അതേ സ്ഥാനത്ത് അവിടെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ, വീണ്ടും ഞങ്ങൾ പറയണു, അവിടെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ 50 മുമ്പ് കൈവശം ഉണ്ടെങ്കിൽ അതിന് അവർക്ക് പരിഹാരം കൊടുക്കണം. അത് ആരെ കൊടുക്കേണ്ടത്? ഈ കൃത്രിമ ആധാരം ചെയ്ത് വഖഫ് ചെയ്ത വസ്തുവിൻ്റെ ആധാരം ചെയ്ത് കൊടുത്തവരും അതിന് സഹായിച്ചവരുമാണ് ഫറൂഖ് കോളേജ് നിയമിച്ച് ഏജന്റുമാരും അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസറാണ്. അവരാണ് പിടിക്കേണ്ടത്. ഇതില്ലാതെ തങ്ങൾ ഓടിപ്പഞ്ഞിരുന്ന് ഈ ശിഹാബ് തങ്ങളെ ഞങ്ങൾക്ക് ഇതൊക്കെ വഖഫ് കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് ആരധികാരം തരുന്നു? ഏത് പടച്ചവരങ്ങൾക്ക് ഞാൻ ചോദിക്കാം. അള്ളാഹു ഒന്നുള്ളൂ എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? നിങ്ങൾ പ്രവൃത്തിയാണ് ഏറ്റവും മോശമായത്. ഒന്നാം വെച്ചാൽ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നു, ഒരു കുഴപ്പമില്ല. അപ്പോൾ രാഷ്ട്രീയമായി ചിന്തിക്കുന്നത് ആത്മീയമായിട്ട് രണ്ടാക്കുന്നേ. ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്ത് അല്ലെങ്കിൽ സംഘപരിവാർ ചെയ്യുമ്പോൾ രാഷ്ട്രീയവും മതവും അമ്പലവും ഒക്കെ ഒരുമിച്ചാക്കി അത് കള്ള ലക്ഷ്യമാണ്. ആ കള്ള ലക്ഷ്യം നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ ആത്മീയ നേതാവാണെങ്കിൽ ആത്മീയമായിട്ട് നിൽക്കുക, അതിൽ മാത്രമേ ഇടപെടാവുള്ളൂ. അല്ല സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഞാൻ ബാത്റൂമിൽ അറിയുവാണെങ്കിൽ അത് മാത്രം ചോദിച്ചോളാം, അങ്ങനെയല്ല പറഞ്ഞത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മീയ കാര്യങ്ങൾ ഇടപെട്ട് ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. നിങ്ങൾ ആരും വിമർശിക്കാൻ പറ്റില്ല. നിങ്ങൾ രാഷ്ട്രീയക്കാരാണോ? ദൈവം പോലും ഇലക്ഷൻ ഒന്ന് നിന്നാൽ വിമർശിക്കും. ദൈവമായിട്ട് കാര്യമില്ല, വിമർശിക്കുക. അതിന് കുഞ്ഞാലിക്കയൊക്കെ അത് തെറ്റായിപ്പോയി എന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങൾ ലീഗുകാർ ആദ്യമായിട്ട് ചെയ്യണം, നിങ്ങൾ അവസാനത്തെ ഇതായിട്ട് നശിച്ച് നാരായണക്കെടുത്തല്ലി പോയില്ലേ? നശിച്ചു പോയില്ലേ ഈ സമുദായം? കേരളം, ഇന്ത്യയൊക്കെ 100 വർഷം നിങ്ങൾക്ക് കിട്ടിയില്ലേ? എവിടെ എത്തി? ഇനിയും മലപ്പുറം ലീഗലായിട്ട് അതും വെച്ചല്ലേ? നിങ്ങൾ ഇനിയെങ്കിലും ജീവൻ ബാക്കിയുണ്ടല്ലോ. നിങ്ങൾ 2 കാര്യം തീരുമാനിക്കുക. ഒന്ന്, ആത്മീയത മാറ്റി വയ്ക്കുക, അത് അതിൽ നിൽക്ക്. മറ്റത് രാഷ്ട്രീയം ഭൗതികം, അത് ചെയ്യും. രണ്ട് നേതൃത്വം എടുക്കുക. എന്നിട്ട് നിങ്ങൾ അവസാനത്തെ പോക്ക് നോക്ക്. ഇത് നിങ്ങൾ ഈ മുയലിനെ പിന്നെ എലിയെ പൂച്ച കാവലേൽപ്പിച്ചോലെ അവസാനം എലി തിരിഞ്ഞു നോക്കിയോ ആ എലി മാത്രമേ ബാക്കിയെല്ലാം പൂച്ച ഷാപ്പിട്ടോലെ നിങ്ങൾ നേതൃത്വം സ്വീകരിച്ച് നിങ്ങളെല്ലാം സംഘപരിവാറിനും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ കൊടുത്ത് ഈ സമുദായത്തെ നിങ്ങൾ മോശമാക്കി കളഞ്ഞല്ലേ? സമുദായത്തിന് വ്യക്തിത്വം കളഞ്ഞില്ലേ? SNDP ധൈര്യമായിട്ട് അവിടെ നിന്ന് ഇടപെടാം. SNDP യാതൊരു പക്ഷവും കഷ്ടപ്പെടത്തില്ല, ഒരു പക്ഷവും ഇല്ല. SNDP ബന്ധമില്ല. അതിൽ മുക്കന്മാരാണ് ആവശ്യം, മുക്കന്മാരല്ല ലെറ്റും കത്തില്ല. എന്നിട്ടും അവരിടപെടുന്നുണ്ട്. പക്ഷേ ഈ സമുദായം 40% വരുന്ന സമുദായം
നിങ്ങൾ എന്താണ് ഈ കാര്യത്തിൽ ഇടപെട്ട് ഈ വഖഫ് ചെയ്ത ഈ 50,000 കോടിയുടെ സ്വത്ത് അന്യാധീനപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരു വാക്ക് പോലും സംരക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. സമസ്ത കേരള, ആ AP അബൂബക്കർ മുസ്ലിയാർ, ആ 2 സുന്നി വിഭാഗങ്ങൾ വ്യക്തമായിട്ട് ശക്തമായിട്ട് പറഞ്ഞു, വഖഫ് ചെയ്ത ഭൂമി അത് അള്ളാഹുവിൻ്റെയാണ്, അത് സമുദായത്തെ കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയുന്നു. മൊയ്തീൻ ഷൈം അതിനെ പറയുന്നു, ജനതാദൾ നാഷണലിസ്റ്റും അതിനെ പറയുന്നു. കണ്ണീരൊപ്പം ഒരു തടസ്സമില്ല, അർഹതപ്പെട്ട് കൊടുക്കേണ്ട ഒരു തടസ്സം പറയുന്നില്ല. പക്ഷേ അർഹതപ്പെട്ട് കൊടുക്കേണ്ടത് 1950 മുൻപ് അവിടെ ഉണ്ടാരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, പരിഗണിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആദായം ചെയ്ത് ഭൂമി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പാകപ്പിഴ പറ്റിയുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്തവരാണ് സമാനം പറയേണ്ടത്. അല്ല സമുദായത്തിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോട് ഒക്കിയ സ്വത്ത് സമുദായത്തിൻ്റെ കിട്ടേണ്ടത് 50,000 കോടി രൂപ മൂല്യമുള്ള ഇത് വെറുതെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് പറയണമെന്നുള്ളൂ. പറഞ്ഞ് നിങ്ങളിപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തല്ലേ? നിങ്ങൾ കഴിവില്ലെന്ന്, യോഗ്യയില്ലെന്നും, പിന്നെന്താണ് മതപരമായിട്ടുള്ള അറിവ് പോലും ഇല്ലയെന്ന് പരസ്യമായിട്ട് പറയല്ലേ? നിങ്ങൾക്ക് അർഹതയില്ല, നിങ്ങൾ കേൾക്കരുത് കാര്യങ്ങൾ. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ എന്താണ് കോൺഗ്രസ് കൂടെ നിന്ന് 4 മന്ത്രിസ്ഥാനവും കുറച്ച് MLA സ്ഥാനം കിട്ടി നിങ്ങൾക്ക് ബിരിയാണി നിന്ന് ജീവിക്കുക എന്നല്ലാതെ ഈ സമുദായത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? സമുദായത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് സ്ഥാനമാങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സാങ്കേതിക എന്താണ് ജനസംഖ്യാനുപാതികമായിട്ട് മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട ആ 40% 30% നിങ്ങൾ വാങ്ങിയെടുക്കണം. അത് നിങ്ങളുടെ മാത്രമല്ല നോക്കേണ്ടത്, ഇത് നിങ്ങൾക്ക് വന്ന് നോക്കുള്ളൂ. എന്നിട്ട് ക്ലിയറാക്കി. അപ്പോൾ സമുദായത്തെ പണയപ്പെടുത്തിയാണ് നിങ്ങൾ ഇത്രയും കാലം ഈ പച്ചക്കൊടിയും പള്ളിയും കാണിച്ച് അധികാരം കൈപ്പറ്റി. ഇനി അത് വേണ്ട. നിങ്ങൾ അധികാരം പറ്റുമെങ്കിൽ നിങ്ങൾ ആത്മീയമായിട്ട് ഒരു വശം നിൽക്കണം, ഭൗതികമായിട്ടുള്ള രാഷ്ട്രീയം വേറെ വെക്കണം. അപ്പോൾ രാഷ്ട്രീയം വേറെ, ആത്മീയം വേറെ. ഇത് ആത്മീയവും രാഷ്ട്രീയം ഇടകലർത്തി നിങ്ങൾ എല്ലാത്തിനും ആളായിട്ട് നിന്നിട്ട് എല്ലാം വിട്ടുവീഴ്ചയാണ്. ഒന്നും സമുദായത്തിന് വേണ്ട. കുഞ്ഞാക്കയുടെ കാലത്ത് സമുദായത്തിൽ കിട്ടേണ്ട പ്രമോഷനുകൾ എത്രയെല്ലാം ക്രിസ്ത്യൻ സമുദായം കൊടുത്തറിയോ? ആ പെണ്ണ് കേസ് രക്ഷപ്പെടാൻ വേണ്ടി. ഇവിടെ നിങ്ങൾ മാത്രമല്ലെന്നേ മുസ്ലിങ്ങളുള്ളത്. മുസ്ലിം സമുദായത്തിൽ 1/4 നിങ്ങളോടോ നിങ്ങളുടെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടുള്ളത്. ബാക്കി 3 പുറത്താണ്. അത് പിണറായിക്ക് മനസ്സിലായിട്ടുണ്ട്, കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാവില്ല. അത് ലോകാവസാനം മനസ്സിലാവണമെങ്കിൽ 540 സീറ്റുള്ളതിൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക കൊടുത്ത് മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള മാநிலത്തിക്കൊന്നും ജയിപ്പിച്ച് പാർലമെത്തിക്കുമോ? ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? ദിഗംബരർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ദിഗംബരർ, അഘോരികൾ എന്ന് കേട്ടിട്ടുണ്ടോ? അഘോരികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭാര്യ ഭർത്താവ് കല്യാണമൊന്നുമില്ല, ഒരുമിച്ച് എപ്പോഴും ആർക്കും ജീവിക്കാം. ദിഗംബര സന്യാസിമാർ തുണിയില്ലാതെ നഗ്ന ഡ്രസ് നടക്കുന്നവരാണ്. ഇവരാണ് കഴിഞ്ഞ ദിവസം കൂടി അവർക്ക് 50 സീറ്റ് പാർലമെൻറ്റിൽ റിസർവ് ചെയ്യണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടത്. ഇന്ത്യ ഗവൺമെൻറ് മുമ്പിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഈ ദിഗംബര സന്യാസി പാർലമെൻറ്റ് ജാഥ അയച്ചു, വട്ടം തടസ്സപ്പെട്ടു. അവിടെ നിൽക്കുക അന്നത്തെ ആളുണ്ട്, നമ്മുടെ നമ്മുടെ തമിഴ്നാട്ടിലെ കാമരാജ് എന്ന് AC പ്രസിഡന്റ്. ആ കാമരാജ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് 100 എണ്ണ എടുക്കാണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ചത്തുപോയിലൊക്കെ അടുത്ത്. അവിടെ എന്താണ് അപ്പോൾ ഈ 50 പേരെ റിസർവേഷൻ സന്യാസി കൊടുത്ത് അതിൽ 2 പേരെ മന്ത്രിയാക്കി ദിഗംബരമാക്കി ഐക്യരാഷ്ട്ര സംഘങ്ങളിലൊക്കെ പോകേണ്ടി വന്നെങ്കിൽ തുണിയില്ലാതെ പോകാൻ പറ്റുമോ? അങ്ങനെ ഒരു വിഭാഗം ഇവിടെ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഒന്നും മനസ്സിലാക്കാതെ ബിരിയാണിയും കഴിച്ച് ഈ ലീഗ് 80 വർഷമായിട്ട് കേരളത്തിൽ അതമ്പതിച്ച് വന്ന് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായി. ഇത് മുഖത്ത് നോക്കി ധൈര്യപ്പെട്ട ഒരൊറ്റ മുസ്ലിം കേരളത്തിലുണ്ടോ? ഇന്ത്യയിലുണ്ടോ? തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പറയാം. മുസ്ലിം എതിരെയല്ല പറഞ്ഞത്, നിങ്ങൾ നശിച്ചു പോകുന്നുണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ നാരായണക്കൽ വലിച്ചു. കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ അധികാരത്തിലില്ല. ഇപ്പോൾ ഈ അടുത്ത പ്രാവശ്യം ഈ നിലക്ക് അടുത്ത പ്രാവശ്യം കിട്ടും ഉറപ്പില്ല. അങ്ങനെ നിങ്ങൾ നശിച്ചു പോവാണ് ഈ പ്രസ്ഥാനവും. ആ പ്രസ്ഥാനം നശിക്കുക, അതിനൊപ്പം തന്നെ തദ്വാര ആ സമുദായം പോവും. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഭൗതികമായിട്ടുള്ള കാര്യം വേറെ നേതാവിനെ വഹിക്കുക, ആത്മീയമായിട്ടുള്ള കാര്യം വേറെ നയിക്കുക. ഇപ്പോൾ സമസ്തക്ക് നേതാവുണ്ടല്ലോ, ആ സമസ്ത മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. APക്ക് നേതാവുണ്ടല്ലോ, അവർ രാഷ്ട്രീയത്തിൽ വരുന്നല്ലോ. രാഷ്ട്രീയത്തിൽ നിങ്ങൾ കുഞ്ഞാക്കരെ പോലുള്ള ആൾ വഹിക്കുന്നേ അല്ലേ? തങ്ങളുടെ പേരും പറഞ്ഞ് തങ്ങളുടെ പ്രവാചകൻ്റെ കുടുംബാംഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആനുകൂല്യം ഉപയോഗിച്ച് തങ്ങളെയും കൊച്ചാക്കല്ലേ?
അല്ലെങ്കിൽ ഇതുപോലെ പലരും വിമർശിക്കും, മുഖ്യമന്ത്രി മാത്രമല്ല പലരും വിമർശിക്കും. അതാ നിങ്ങൾ രാഷ്ട്രീയത്തിൽ വരരുത്, നിങ്ങൾ ആത്മീയത പറഞ്ഞ് കാത്തിരിക്കുക, ആരും വിമർശിക്കാൻ പറ്റില്ല. പണ്ട് ശിഹാബ് തങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളി രാഷ്ട്രീയക്കാരാണെങ്കിലും ഒരക്ഷരം അങ്ങനെ ആർക്കും ദൂഷമാണ് ഒരു വാക്ക് പറയില്ലായിരുന്നു. അദ്ദേഹത്തിന് അത് ഗ്രാഹ്യമുണ്ട്. പക്ഷെ ഇന്നത്തെ പ്രസിഡന്റിന് ആരും ഗ്രാഹ്യം ഇല്ലെന്നേ, ഭൗതികമായിട്ടുള്ള ആത്മീയമായിട്ടുമില്ല. അവർ തൊപ്പി മാറ്റാൻ പറ്റാതെയോ, തൊപ്പി ഞാനും വയ്ക്കാറുണ്ട്, അതുകൊണ്ട് കാര്യമുള്ള ആത്മീയമായിട്ട് നല്ല ഗ്രാഹ്യം വേണം, നല്ല അറിവ് വേണം, നോളജ് അത് വേണം. അതുണ്ടോ? ഒരാൾ നാളെ ചോദിച്ചില്ലേ ആചാര്യനായിട്ടോ അല്ലെങ്കിൽ പിന്നെ ഇരിക്കാൻ കഴിവുണ്ടോ എന്ന് ചോദിച്ചത് ശരിയാണത്. ഒരാളുടെ പ്രവൃത്തി നോക്കിയാണ് അറിയുന്നത്. ഇപ്പം മഹാകവി ജി ശങ്കരക്കുറുപ്പ് വലിയ എഴുത്തുകാരൻ അറിയുന്നതിനെ അദ്ദേഹത്തെ കൃതി നോക്കിയാണ്, അല്ലെങ്കിൽ ബെഡ്നാഷ വലിയ എഴുത്തുകാരൻ അറിഞ്ഞതിനെ അദ്ദേഹത്തെ കൃതി നോക്കിയാണ്. അപ്പോൾ ഒരാളുടെ കഴിഞ്ഞ കാല സംഭവങ്ങൾ കണ്ടുകൊണ്ടാണ് വിലയിരുത്തുന്നത്. ഒരാളുടെ കാര്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അത് നോക്കും എന്ത് ക്വാളിറ്റിയാണുള്ളത്. ഇത് സംശയം പലർക്കും ഉണ്ട്. എനിക്ക് സംശയമില്ല, എൻ്റെ ഗ്രൂപ്പിലവർക്കുണ്ട്, അമ്പിലവർക്കുണ്ട്. അതൊക്കെ അനുസരിച്ച് നിങ്ങൾ ഒന്നുകിൽ ആത്മീയമായിട്ട് മാത്രം നിങ്ങളുടെ അംഗന്മാർ വർഗം നിൽക്കണം, എന്നിട്ട് ഭൗതികമായിട്ടുള്ള രാഷ്ട്രീയം കുഞ്ഞാക്കാനെ പോലൂടെ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്താനും സംശയമൊന്നുമില്ല. ഇത് സംസ്ഥാന പ്രസിഡന്റ് ആകെ തന്നെയല്ല, സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കാതെ ദേശീയ പ്രസിഡന്റിന് സ്ഥാനം കൊടുക്കാതെ സംസ്ഥാന പ്രസിഡന്റ് എല്ലാം ചെയ്യുന്നത്. അതിലൊക്കെ വൈരുദ്ധ്യമുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെ ജനങ്ങൾ കണ്ടും കേട്ടും ചിരിച്ചും കളിയാക്കണത്. ഈ സമുദായത്തിൻ്റെ പേര് പറയുന്നത് ഞങ്ങൾക്ക് ബാധകമാണ്. അപ്പോൾ ഇതൊക്കെയുള്ള അവസ്ഥയിൽ നമ്മുടെ പിന്നീട് മുന്നമ്പം പരിപാടി മാന്യമായിട്ട് എല്ലാവർക്കും നീതി ലഭിക്കത്തെങ്കിൽ നമ്മളതാ പറഞ്ഞല്ല, അല്ലാതെ വഖഫിന് മാത്രമല്ല, വഖഫിന് നീതികേട് സംഭവിക്കാൻ പാടില്ല. അവിടെ കൈവശക്കാർക്ക് വേണ്ടി അവരുടെ പരാതി കേൾക്കണം. എന്നിട്ട് മാന്യമായി ഒരു ഒത്തുതീർപ്പിൽ സർക്കാരും മുസ്ലിം സംഘടനകളും ഈ ഹിന്ദു സംഘടനയും ക്രിസ്ത്യൻ സംഘടനയും, ഇത് ക്രിസ്ത്യൻ ഹിന്ദു സംഘടനകളിലെ ഒരു വർഗീയ ഗ്രൂപ്പ്, എല്ലാവരും ഇല്ല, ആ വർഗീയ ഗ്രൂപ്പ് ഇടപെട്ട് അവരുടെ പ്രസ്ഥാനം വളർത്താൻ സംഘപരിവാർ ചെയ്യാണ്. അതിന് നിങ്ങൾ ഇന്ന് കൊടുക്കരുത്. നിങ്ങൾ ആരായിട്ട് ഭയപ്പെടുന്നത്? ഈ സഭാ നേതൃത്വം പോയി കൈകാലം പിടിക്കേണ്ടത് കാര്യം എന്നറിയോ? ഇതൊരു നിയമവശമല്ലേ? കോടതി കിടക്കുന്ന കാര്യമില്ലേ? കോടതി കിടക്കുന്ന കാര്യം നിങ്ങൾക്ക് എത്ര വിഷമം, കോടതി തീരുമാനിക്കട്ടെ. ഇനി ഒക്കഫിൻ്റെ പേല കിടക്കുന്നെങ്കിൽ ചെയ്തിട്ട് രേഖയുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഇടപെട്ടാലും കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. കോടതിക്ക് ഇടപെടാൻ പറ്റുന്ന കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടെങ്കിൽ തീരുന്നത്. അവിടെ നിയമമാണ് വേണ്ടത്. നിയമത്തിന് വഴിയാണ്. നിങ്ങൾക്ക് തീർക്ക ഒരു കയ്യാലെ പിടിച്ചടക്കം നിങ്ങൾക്ക് തല്ലിക്കൊല്ലും പേടിയുണ്ടോ? തല്ലിക്കൊല്ലും കൊല്ലട്ടെന്ന് വയ്ക്കണം. കാരണം അറിയോ, എന്നാലും ഒരിക്കൽ മരിക്കണ്ടേ? ഇത് വീരുത്തം വന്ന് എന്തിനും അടിയറ് പറഞ്ഞ് 5ാം മന്ത്രിസ്ഥാനത്ത് വേണ്ടിപ്പെട്ട പാട് നാണക്കേട് അറിയാം. അടിയറ് പറഞ്ഞ് നിങ്ങൾ ഈ സമുദായത്തെ നശിപ്പിക്കാതെ കൊച്ചാക്കാണ്. അത് ഇനി സമ്മതിക്കില്ല, അതിന് സമ്മതിക്കില്ല. നിങ്ങൾ മുസ്ലിം ലീഗ് ആണെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞു നടന്നു, കുഴപ്പമില്ല. സമുദായത്തെ പേര് പറഞ്ഞ് അതിൻ്റെ ആത്മീയ നേതാവായിട്ട് നടക്കുക, അത് പറഞ്ഞു. രണ്ടും കൂടി കൂട്ടിക്കളത്തിൽ സമുദായത്തെ പിന്നെന്താണ് പണയപ്പെടുത്തി നിങ്ങൾ മാത്രം കുറച്ച് നക്കപ്പിച്ച് കേടി. എടോ മുസ്ലിം ലീഗ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പറയണ്ടേ ഷാഫിയെ കൊണ്ടൊന്ന് പടം നിർത്തിയപ്പോൾ അവിടെ കൊടുത്ത് അപ്പോൾ അതിന് കേട്ടാ കിട്ടിയത് ഒരു ബോൾട്ട് എടുത്ത് അടുത്ത നെറ്റിൽ ടോലല്ലേ. അതുപോലെ ഷാഫി കൊണ്ടുപോയി സത്യപ്രതിജ്ഞ ചെയ്ത് ദൃഢപ്രതിജ്ഞ ചെയ്തപ്പോഴേ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവെങ്കിലും അത് ശരിയായില്ല എന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ചോ? ചിന്തിച്ചോ? നിങ്ങൾക്ക് മനസ്സിലായി ആദ്യമായിട്ട് മുസ്ലിം സമുദായത്തിൻ്റെ നോമിനിയായിട്ട് കെയർഹൂഫിൽ പോയതാണ്. അവിടെ ചെന്നിട്ട് ഈ നിരീശ്വരവാദം ചെയ്യുന്ന ദൃഢപ്രതിജ്ഞ ചെയ്ത് കമ്മ്യൂണിസ്റ്റുകളും ചെയ്യില്ല അങ്ങനെ. എന്നിട്ട് ഒരക്ഷരം നിങ്ങൾ മിണ്ടിയോ? നിങ്ങളാണോ മുസ്ലിം സമുദായത്തിൽ മൊത്തത്തിലും ചില്ലറയായിട്ടുള്ള സംരക്ഷണം ഏൽക്കുന്നത്? പണ്ട് ഇബ്രാഹിം സ്വലമസായിട്ട് പറയുന്നത് ഏൽക്കുന്നത്. ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ആരെങ്കിലും ആൾ പറഞ്ഞില്ലെങ്കിൽ എന്തോട്ടറിയോ, നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറ്റക്കാരനാകും. അതായത് തെറ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, തെറ്റ് ചെയ്യുന്നില്ലെന്ന് പബ്ലിക് അല്ലെങ്കിൽ പൊതുജനത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത കൂടി ഒരു മുസൽമാനുണ്ട്, എല്ലാ ജനങ്ങൾക്കുണ്ട്. എന്നല്ലേ നാളെ അള്ളാഹുവിന് മുമ്പിൽ കണക്ക് പറയും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക്. മരിച്ച് ഇവിടെ ജീവിച്ചിരിക്കില്ല സ്ഥിരമായിട്ട്. മരിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യം കേൾക്കേണ്ടത് അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ പറയണം. അപ്പം നമ്മൾ അത് ചൂണ്ടിക്കാണിച്ചില്ല എന്ന് നിനക്ക് സംസാരശേഷി ഞാൻ തന്നില്ലേ? നിനക്ക് ചിന്തിക്കാനുള്ള ശക്തി തന്നില്ലേ? പണച്ചു കുറച്ച് സമ്മതിച്ചു, കോടീശ്വരനായില്ല സമ്മതിച്ചു, ബാക്കിയെല്ലാം നിനക്ക് തന്നില്ലേ? പേഴ്സണാലിറ്റി തന്നില്ലേ? എന്നിട്ട് നീ സമുദായത്തിന് വേണ്ടി എൻ്റെ നിയമത്തെ തെറ്റിച്ച് പറഞ്ഞപ്പോൾ നീ എന്താ മിണ്ടായിരിക്കുന്നു ചോദിച്ചാൽ ഞാൻ സമാനം പറയണം.
അതുകൊണ്ട് വഖഫ് നിയമം ആ രീതിയിൽ പോകണം. ഈ സഭ പറയാൻ പോലെ തട്ടിപ്പൊന്നും അല്ല വഖഫ്. വഖഫ് ചെയ്യണമെങ്കിൽ ശക്തമായ വ്യക്തമായ ഒറിജിനൽ ആധാരങ്ങൾ രേഖാവൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള വസ്തു മാത്രമേ വഖഫ് ചെയ്യാവൂ. എന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ അത് വഖഫ് ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ എങ്ങനെയാണ് ശബരിമല നാളെ പറയാണ്, അല്ലെങ്കിൽ പാലക്കാട് ഇന്നലെ അമ്പലം നടക്കില്ല, അത് വഖഫ് കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ തന്തയില്ലായില്ലേ കാണിച്ചത്? അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു നടത്തുമ്പോൾ നിങ്ങൾ ഈ ലീഗ് നേതാക്കളോ രക്ഷ വേണ്ടിയോ? അങ്ങനെ ബന്ധമില്ലെന്ന് അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഞങ്ങൾ സത്യത്തിന് വേണ്ടി നിൽക്കുകയാണ്, നീതിക്ക് വേണ്ടി നിൽക്കുകയാണ്, നിയമത്തിന് വേണ്ടി നിൽക്കുകയാണ്, രാജ്യസ്നേഹത്തിന് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് സങ്കുചിത മനോഭാവം നാളെ മന്ത്രിയാകുന്ന പരിപാടിയില്ല. നീതി ലഭിക്കണം. വോയിസ് ഫോർ വോയിസ്ലെസ്, സോഷ്യൽ ജസ്റ്റിസ്, എല്ലാവർക്കും തുല്യ നീതി അതിന് വേണം. അതിൻ്റെ പേരിൽ ഒരു ചോദ്യം ചെയ്യാനും പറ്റില്ല, അവകാശമില്ല. ഞങ്ങൾ നിയമമൊക്കെ പഠിച്ചതിനാണ്. ഇന്ത്യയിലെ നിയമവും ലോക നിയമവും ഒക്കെ അറിയാം, മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ 10-60 വർഷക്കാലം അത് തന്നെയായിരുന്നു നമ്മൾ പഠിച്ചും ചിന്തിച്ചൊക്കെ. നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ സ്ഥാപക നേതാവ് നിലയിൽ ഇതെല്ലാം മനസ്സിലാക്കി തന്നെ പറയുന്നു. ആർക്കും നീതി നിഷേധം പാടില്ല, തുല്യ നീതി വേണം, അത് സത്യമായിരിക്കും ചെയ്യണം. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്തിയേക്കട്ടോ, അത് ഇന്നലെ പറയാൻ വിട്ടുപോയതാണ്, വേറൊന്നുമില്ല. EK നയനാർ മുഖ്യമന്ത്രിയായിരുന്നു. സാമാന്യം തെറ്റില്ലാത്തൊരു നല്ല നേതാവാണ്. അത് ഒരു ഉപകാരമൊന്നുമല്ല. നമ്മൾക്ക് ബഹുമാനിക്കുകയും ആദരിക്കുന്ന ആളാണ്. അദ്ദേഹം പോപ്പിനെ കാണാൻ പോയപ്പോഴ് അദ്ദേഹം കൊടുത്ത് ഭഗവത്ഗീതയാണ് എന്ന് ഒരു സംഘിണി സ്ത്രീ ഇന്നലെ ചാനലിൽ പ്രസംഗിച്ചു. എന്നിട്ട് പറഞ്ഞല്ലോ അത് നീച യോനിയുടെ ജനിച്ചാണെന്ന് കൂടി പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ വാസുകളെ എനിക്ക് എൻ്റെ ഹൃദയം തള്ളിപ്പോവാണ്. കാരണം നയനാരെ പോലെയൊക്കെ ഒരാൾ അങ്ങനെ പരസ്യമായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല. എങ്കിലും അതാണോ സഖാവ് ശരിയായിരുന്നത്? സഖാവ് ചെല്ലുമ്പോൾ കൊടുക്കേണ്ടത് ഭഗവത്ഗീത, ഖുർആനോ, ബൈബിളാണോ? അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ടോ? പാവക്കൂടി പറയിപ്പൊരു കാര്യമുള്ളൂ. അപ്പോൾ സഖാക്കൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തും. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.